പടരട്ടെ രാഹുലേ തുലയട്ടെ ഇടനവീര രാഹുല രാജിവെക്കൂ കുന്നംകുളം നഗരി വർഷങ്ങളായി കാത്തിരുന്നൊരു സ്വപ്നം. 4 നിലകളിലായി പുതിയൊരു അധ്യായം എഴുതാൻ തയ്യാറാവുകയാണ് കുന്നംകുളം താലൂക്ക് ആസ്ഥാന മന്ദിരം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് 2016 അധികാരത്തിൽ വന്നപ്പോൾ പ്രഖ്യാപിച്ച താലൂക്കുകളിലൊന്നാണ് കുന്നംകുളം. ഒരു 50 വർഷക്കാലത്തെ ജനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നതാണ് കുന്നംകുളം ആസ്ഥാനമായി താലൂക്ക് വേണം എന്നുള്ളത്. താലൂക്ക് അനുവദിച്ചു. ആ വർഷം തന്നെ ഓഫീസും സ്റ്റാഫും ഒക്കെയായി. അതിനൊരു ആസ്ഥാനം വേണം, കുന്നംകുളത്തിനൊരു സിവിൽ സ്റ്റേഷൻ വേണമെന്നുള്ള ആവശ്യം സർക്കാരിന്റെ മുന്നിൽ ഉന്നയിച്ചപ്പോൾ അതിന് പദ്ധതിയിൽ പണം ഉൾപ്പെടുത്തി 22.5 കോടി രൂപ ചെലവഴിച്ചാണ് ഈ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനം ഇവിടെ നടക്കുന്നത്. ഈ സ്ഥലം ഒരു ട്രസ്റ്റിന്റെ കയ്യിലുണ്ടായിരുന്ന 4 ഏക്കർ സ്ഥലമാണ്. ആ സ്ഥലം അവരുടെ വ്യവസ്ഥകൾക്ക് വിധേയമായി റവന്യൂവിലേക്ക് കൈമാറ്റം ചെയ്ത് ആ 4 ഏക്കർ സ്ഥലത്താണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത്. ഇത് കുന്നംകുളം ഗുരുവായൂർ റോഡിലാണ്, ഏറ്റവും പ്രധാനപ്പെട്ട പാതയുടെ സൈഡിൽ തന്നെയാണ്. കുന്നംകുളത്തെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും ആവശ്യമായ സൗകര്യങ്ങളോടുകൂടിയാണ് ഈ സിവിൽ സ്റ്റേഷൻ ഇപ്പോൾ പണി നടക്കുന്നത്. അമ്മോ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന കമ്പനിയാണ്, ശ്രീ സുരേഷ് ഗോപിനാഥ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിയാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം ഏറ്റെടുത്തിട്ടുള്ളത്. കമ്പനി സമയബന്ധിതമായി ഇതിന്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ജനുവരി മാസത്തിനുള്ളിൽ ഇത് കമ്മീഷൻ ചെയ്യാൻ കഴിയുന്ന ടൈം ലൈനാണ് അവർക്കുള്ളത്. അതിന്റെ ഉള്ളിൽ തന്നെ ഇതിന്റെ കെട്ടിടം പൂർത്തീകരിച്ച് ജനുവരി മാസത്തിൽ തന്നെ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എല്ലാ ഓഫീസുകൾക്കുമുള്ള സൗകര്യമുള്ള ഒരു കെട്ടിടം എന്നുള്ള നിലയിൽ അതിന്റെ എല്ലാ പണികളും ഇപ്പോൾ ശാസ്ത്രീയമായി 2 ലിഫ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ 3 സ്റ്റെയറുകളുണ്ട്, ഫയറിന്റെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്, മഴവെള്ള സംഭരണി തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിന് ചുറ്റുമതിൽ നിർമ്മാണത്തിന് ഇപ്പോൾ വേറെ കരാർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ മുറ്റവും പരിസരവും വൃത്തിയാക്കാൻ ഈ കരാറിൽ തന്നെയുള്ള വ്യവസ്ഥകളുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ഭാഗമായി കേരളത്തിലെ ഏറ്റവും മനോഹരമായ താലൂക്ക് ഓഫീസ് കോമ്പൗണ്ടുകളിൽ ഒന്നായി 4 ഏക്കർ സ്ഥലത്ത് വിസ്തൃതമായ പ്രദേശത്ത് ഏറ്റവും ശ്രദ്ധേയമായ റോഡിന്റെ സൈഡിൽ ഈ പണി പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് സമർപ്പിക്കാൻ കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗത്തിൽ നടത്തുന്ന അമ്മു കൺസ്ട്രക്ഷൻസിനും ഇതിന്റെ മേൽനോട്ടം വഹിക്കുന്ന ഡിപ്പാർട്ട്മെന്റിനും PWD ബിൽഡിംഗ്സ് ഡിവിഷനും അതിന്റെ ഉദ്യോഗസ്ഥന്മാരൊക്കെ സജീവമായി ഇടപെടുന്നുണ്ട്. സമയബന്ധിതമായി നമുക്കിത് പൂർത്തീകരിക്കാൻ കഴിയും, നാടിന് സമർപ്പിക്കാൻ കഴിയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ എല്ലാ പണികളും ഒന്ന് കഴിഞ്ഞ് ഒന്ന് നല്ല സമാന്തരമായി പണികൾ നിർവഹിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള അതിവേഗത്തിലുള്ള പൂർത്തീകരണത്തിന് നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ കുന്നംകുളം മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ ഇതിന്റെ പുറകിൽ ഇതിന്റെ അന്വേഷണത്തിനുണ്ട്. എല്ലാ നാട്ടുകാരുടെയും സഹായം ഉണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വിശുദ്ധ ദൈവമാതാവിന്റെ ജനന പെരുന്നാളിന്റെ ഭാഗമായി ഒരുക്കധ്യാനം നടത്തി. ശനിയാഴ്ച വൈകിട്ട് നടന്ന സന്ധ്യാപ്രാർത്ഥനയ്ക്ക് വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നിൽ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് നടന്ന ധ്യാനം സെന്റ് ജോൺസ് മിഷൻ ധ്യാന കേന്ദ്രത്തിലെ ജോണി തോളേലി നയിച്ചു. സെപ്റ്റംബർ 1 മുതൽ 8 വരെയാണ് പെരുന്നാൾ ആഘോഷം. 8 ദിവസങ്ങളിലും രാവിലെ വിശുദ്ധ മൂന്നിന്മേൽ കുർബാന, പകൽ ധ്യാനയോഗം, വൈകിട്ട് സന്ധ്യാ നമസ്കാരം, ഗാനശുശ്രൂഷ, 8 നോമ്പ് സുവിശേഷ യോഗം എന്നിവ നടക്കും. പള്ളി സ്ഥാപിച്ച പരിശുദ്ധ യുയാക്കീം മോർ കുറിലോസ് ബാവ, ബസേലിയോസ് പൗലോസ് ദ്വിതീയൻ ബാവ എന്നിവരുടെ അനുസ്മരണവും നടക്കും. 6 ദിവസങ്ങളിൽ വൈകിട്ട് 7-ന് സുവിശേഷ മഹായോഗം, 5-ാം തീയതി രാത്രി 9-ന് മുട്ടുകുത്തൽ വഴിപാട്, 7-ാം തീയതി രാത്രി 7-ന് പ്രസിദ്ധമായ 8 നോമ്പ് റാസ, ദൈവമാതാവിന്റെ വിശുദ്ധ സുനോറ വണക്കം, അത്താഴ് സദ്യ എന്നിവ നടക്കും. 8-ന് രാവിലെ വിശുദ്ധ മൂന്നിന്മേൽ കുർബാന, പ്രദക്ഷിണം, നേർച്ച സദ്യ എന്നിവ നടക്കും. ധ്യാനത്തിന് വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നിൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങുന്ന കമ്മിറ്റി നേതൃത്വം നൽകി. പെരുന്നാളിന്റെയും പൂരങ്ങളുടെയും നാടായ പഴഞ്ഞിയുടെ ഗ്രാമഭംഗിയിലേക്ക്
ആധുനികതയുടെ സൗന്ദര്യവുമായി മെറ്റലർ ബാങ്ക്വറ്റ് ഹാൾ. ആഘോഷങ്ങളെ മറക്കാത്ത ഓർമ്മകളാക്കാൻ എല്ലാ അത്യാധുനിക സൗകര്യങ്ങളോടെ നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം ഒത്തുചേരാൻ ആധുനികമായ ദൃശ്യ ശബ്ദ സംവിധാനങ്ങളോടെ വിശാലമായ AC ബാങ്ക്വറ്റ് ഹാൾ. വിശ്രമിക്കാനും ഒരുങ്ങുവാനും ഫീഡിംഗ് സൗകര്യങ്ങൾക്കും മറ്റുമായി സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് സൗകര്യം. രാത്രികളിലെ ഓപ്പൺ എയർ ആഘോഷങ്ങൾ കെങ്കേമമാക്കാൻ അതിമനോഹരമായ റൂഫ് ഗാർഡൻ, വിശാലമായ കാർ പാർക്കിംഗ്, ബാപ്റ്റിസം, ബെട്രതൽ സെറമണി, മെഹന്തി, ഹൽദി, ഇന്റിമേറ്റ് വെഡ്ഡിംഗ് ഫംഗ്ഷനുകൾ, കുടുംബസംഗമം, ബർത്ത്ഡേ പാർട്ടികൾ, ഗ്രൂം ടു ബി, ബ്രൈഡ് ടു ബി ആഘോഷങ്ങൾക്കും ബിസിനസ് മീറ്റിംഗുകൾക്കും ഏറ്റവും അനുയോജ്യം. മെറ്റലർ ബാങ്ക്വറ്റ് ഹാൾ. സെലിബ്രേറ്റ് വിത്ത് എലഗൻസ്. ചെണ്ടയുടെ താളത്തിൽ തിളങ്ങിയ ചാലിശ്ശേരി സ്വദേശി PJ പ്രജോഷിന് യുവവാദ്യ പ്രതിഭാ പുരസ്കാരം ലഭിച്ചത് ഗ്രാമത്തിന് അഭിമാനമായി. കേരള ക്ഷേത്ര വാദ്യകലാ അക്കാദമി യുവവാദ്യ പ്രതിഭാ പുരസ്കാരമാണ് കഴിഞ്ഞ ദിവസം ലഭിച്ചത്. ഗുരുവായൂർ മേഖല ഉൾപ്പെടുന്ന കുന്നംകുളം, കടവല്ലൂർ, കാട്ടാക്കാമ്പൽ, ചാലിശ്ശേരി, പോർക്കുളം, കടങ്ങോട്, പെരിങ്ങോട്, കറുകപ്പുത്തൂർ എന്നീ പഞ്ചായത്തുകളിൽ നിന്നാണ് പ്രജോഷിനെ യുവവാദ്യ പ്രതിഭയായി തിരഞ്ഞെടുത്തത്. തൃശൂരിൽ നടന്ന ചടങ്ങിൽ ക്ഷേത്രവാദ്യകലാ അക്കാദമി സംസ്ഥാന പ്രസിഡന്റ് പുൽപ്പള്ളി വാസുവാര്യർ പുരസ്കാരം സമർപ്പിച്ചു. 12ാം വയസ്സിൽ മുലയം പറമ്പത്ത് ക്ഷേത്രത്തിൽ വെള്ളുത്തുരുത്തി പ്രഭാകരൻ നായരുടെ ശിക്ഷണത്തിലാണ് ചെണ്ട പഠനം പഠിച്ചതെന്നും തൃപ്പങ്ങോട്ട് പരമേശ്വരൻ മാരാർ, ഇരിങ്ങപ്പുറം ബാബു എന്നിവരിൽ നിന്ന് ചെണ്ടയിൽ മികച്ച പരിശീലനം നൽകിയ ഗുരുക്കന്മാരാണെന്നും പ്രജോഷ് പറഞ്ഞു. കഥകളി കലാകാരനായിരുന്ന മുത്തശ്ശൻ കേളുണ്ണി നായരോടൊപ്പം പലപ്പോഴും മുലയം പറമ്പത്ത് ക്ഷേത്രത്തിലേക്ക് പോകുമായിരുന്നു. അവിടുത്തെ ഉത്സവങ്ങളിൽ മുഴുങ്ങുന്ന വാദ്യമേളങ്ങളുടെ താളം മാധുരിയാണ് ബാല്യകാല മനസ്സിൽ ചെണ്ടവാദ്യത്തോട് ഏറെ ഇഷ്ടം തോന്നിയത്. 25 വർഷമായി ചെണ്ടയുടെ താളങ്ങളിൽ തന്റെ ജീവിതം തീർത്തെടുത്ത ഇദ്ദേഹം ചെണ്ടവാദ്യ കലാകാരനായി ഇതിനകം വിവിധ ക്ഷേത്രോത്സവങ്ങളിൽ ചെണ്ടയിൽ വാദ്യവിസ്മയത്തിൽ കഴിവ് തെളിയിച്ചു. പഠന കാലയളവിൽ പെരിങ്ങോട് പഞ്ചവാദ്യ സംഘത്തോടൊപ്പം കലാരംഗത്ത് പ്രവേശിച്ചു. പഠനകാലത്ത് സംസ്ഥാന കലോത്സവത്തിൽ പെരിങ്ങോട് പഞ്ചവാദ്യ സംഘത്തിൽ 1ാം സ്ഥാനം നേടിയ ടീമിൽ അംഗമായത് ജീവിതത്തിലെ അഭിമാനകരമായ നേട്ടമായി. സ്കൂൾ കാലഘട്ടത്തിലും ക്ഷേത്രവേദികളിൽ അരങ്ങേറ്റം നടത്തി ആത്മവിശ്വാസം നേടിയെടുത്തു. സ്വന്തം കഴിവും സമർപ്പണവും അടുത്ത തലമുറയെ വളർത്തുന്നതിൽ സജീവമായതോടെ ഗുരുവിന്റെ സ്ഥാനവും നിറവേറ്റുന്ന 37കാരൻ വാദ്യകലയുടെ പാരമ്പര്യം പിന്തുടരുകയാണ്. പെരുമ്പിലാവ് ആൽത്ര അയ്യപ്പൻകാവ്, പുറ്റേക്കര നെയ്തലക്കാവ് ക്ഷേത്രം, പെരിങ്ങോട് അയ്യൻകുളങ്ങര ക്ഷേത്രം എന്നിവിടങ്ങളിലും ചാലിശ്ശേരി സഹയാത്ര ഭിന്നശേഷി കുട്ടികൾക്കും ചെണ്ടവാദ്യത്തിൽ മികച്ച പരിശീലനം നൽകി വരുന്നുണ്ട്. ഇതുവരെ 50ൽ പരം വിദ്യാർത്ഥികൾ പ്രജോഷിന്റെ കൈകളിൽ നിന്ന് ചെണ്ടയുടെ താളപാഠങ്ങൾ സ്വന്തമാക്കി അരങ്ങേറ്റം കുറിച്ചു. കഴിഞ്ഞ 20 വർഷമായി ചാലിശ്ശേരി മുലയം പറമ്പത്തുകാവ് വാദ്യകലാക്ഷേത്ര സംഘത്തിലെ അംഗം കൂടിയാണ് ഏവരും സ്നേഹത്തോടെ വിളിക്കുന്ന പ്രജു. മഹാരാഷ്ട്ര, രാജസ്ഥാൻ, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിലും താളവിസ്മയമൊരുക്കി ചെണ്ടമേളത്തിൽ അരങ്ങ് കീഴടക്കിയ പ്രതിഭയായി. മനസ്സിന്റെ ഏകാഗ്രതയോടെ കൈവേഗതയിലൂടെ ചെണ്ടയിൽ താളം കൃത്യമായി കൊണ്ടുവന്നത് പ്രജേഷിനെ ഈ രംഗത്ത് ഏറെ വ്യത്യസ്തനാക്കി. അമ്മ ഉഷാദേവിയും കുടുംബവും സുഹൃത്തുക്കളും ശിഷ്യരും ഗ്രാമവും പുരസ്കാരം നേടിയ ആഹ്ലാദത്തിലാണ്. ചാലിശ്ശേരി ആലിക്കര പറയത്ത് വളപ്പിൽ ജയചന്ദ്രൻ, ഉഷാദേവി ദമ്പതിമാരുടെ മകനാണ്. സഹോദരൻ പ്രശാന്ത് ചെണ്ടവാദ്യ കലാകാരനാണ്. അങ്കണവാടി അധ്യാപിക സൗമ്യ ഭാര്യയാണ്. ലോഹിത്, ലാർബിക, ലക്ഷിത് എന്നിവർ മക്കളാണ്. ഇനിയും മേളപ്പെരുക്കത്തിന്റെ ഉയരങ്ങളിലേക്ക് എത്തുവാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയിലാണ് ഗ്രാമം. ദേശീയപാത 66 മേൽപ്പാല അപ്രോച്ച് റോഡിന്റെ സ്ലാബ് നിലം പതിച്ചു. ഒഴിവായത് വൻ അപകടം. മന്ദലംകുന്ന് ബദർ പള്ളിക്ക് സമീപം ഇന്ന് രാവിലെയാണ് സ്ലാബ് റോഡിലേക്ക് വീണ് അപകടമുണ്ടായത്. ഈ സമയം വാഹനങ്ങളും ആളുകളും ഇല്ലാതിരുന്നതിനാൽ അപകടം ഒഴിവാകുകയായിരുന്നു. ഇത് 2ാം തവണയാണ് ഇത്തരത്തിൽ സ്ലാബ് റോഡിലേക്ക് വീഴുന്നത്. ദേശീയപാതയിലെ അശാസ്ത്രീയമായ നിർമ്മാണം നിരവധി അപകടങ്ങൾക്ക് കാരണമാകുന്നത്. ആവശ്യമായ സുരക്ഷാ നടപടികളൊന്നും തന്നെ ഇല്ലാതെ തൊഴിലാളികളെ മാത്രം നിർത്തി ബന്ധപ്പെട്ട കരാർ ഉദ്യോഗസ്ഥരോ മറ്റോ ഇല്ലാതെയാണ് പല സ്ഥലങ്ങളിലും പണികൾ നടക്കുന്നത്. മധ്യവയസ്കനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതിക്ക് 7 വർഷം കഠിന തടവും പിഴയും ശിക്ഷ. കുന്നംകുളം തെക്കേയങ്ങാടി പഴുതാനം വീട്ടിൽ 39 വയസ്സുള്ള ജെറീഷിനെയാണ് ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻ കോടതി 7 വർഷം കഠിന തടവിനും 5000 രൂപ പിഴ അടയ്ക്കാനും ശിക്ഷിച്ചത്. കുന്നംകുളം പോർക്കുളത്ത് താമസിക്കുന്ന മേക്കാട്ടുകുളം വീട്ടിൽ ബിനോയിയെ ഇരുമ്പ് പൈപ്പ് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് വിധി.
2019 ഒക്ടോബർ 1-ാം തീയതി പുലർച്ചെ 3 മണിക്കാണ് കേസിനാസ്പദമായ സംഭവം. ബിനോയ് തന്റെ വീടിന് മുന്നിൽ നിന്ന് പള്ളിപ്പെരുന്നാൾ കണ്ടു നിൽക്കുമ്പോൾ 1-ാം പ്രതി ജെറീഷും മറ്റു പ്രതികളായ കുന്നംകുളം മേലങ്ങാടി കൊള്ളനൂർ വീട്ടിൽ 30 വയസ്സുള്ള സ്റ്റിൻസൺ എന്ന ഡാഡു, കുന്നംകുളം കക്കാട് കാക്കശ്ശേരി വീട്ടിൽ 32 വയസ്സുള്ള ബെൻലി സെബാസ്റ്റ്യൻ എന്നിവർ ബൈക്കിൽ ഇരുമ്പ് പൈപ്പുകളുമായി വന്ന് ബിനോയിയെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. ബിനോയിയുടെ നിലവിളി കേട്ട് ബന്ധുക്കളും നാട്ടുകാരും ഓടി വന്നതോടെ പ്രതികൾ ബൈക്കിൽ കയറി രക്ഷപ്പെട്ടു. ബിനോയിയെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. പിന്നീട് മറ്റു പല അസുഖങ്ങളും മൂലം വിചാരണയ്ക്ക് മുമ്പേ ബിനോയ് മരണപ്പെട്ടിരുന്നു. സംഭവം കണ്ടുനിന്ന ഏക ദൃക്സാക്ഷിയുടെ മൊഴി വിശ്വാസത്തിലെടുത്താണ് കോടതിയുടെ ശിക്ഷ. ശിക്ഷിക്കപ്പെട്ട ജെറീഷ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയും കാപ്പ നിയമം ലംഘിച്ചതിൽ തടവിൽ കഴിഞ്ഞു വരുന്നയാളും കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിൽപ്പെട്ടയാളുമാണ്. പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും ആകെ 8 സാക്ഷികളെ വിസ്തരിക്കുകയും 18 രേഖകളും തൊണ്ടിമുതലുകളും തെളിവായി ഹാജരാക്കി. കുന്നംകുളം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ആയിരുന്ന VS സന്തോഷ് പ്രതികൾക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. മറ്റു പ്രതികൾ ഒളിവിലാണ്. പ്രോസിക്യൂഷനു വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ KR രജിത് കുമാർ ഹാജരായി. അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ PJ സാജൻ പ്രോസിക്യൂഷനെ സഹായിച്ചു. കേച്ചേരിയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് 5 പേർക്ക് പരിക്ക്. കേച്ചേരി പെട്രോൾ പമ്പിന് സമീപം 3 ബൈക്കുകൾ കൂട്ടിയിടിച്ച് 5 പേർക്ക് പരിക്കേറ്റു. അപകടത്തിൽ പരിക്കേറ്റ ഏഴാങ്കല്ല് പുറ്റക്കര സ്വദേശികളായ പനക്കൽ വീട്ടിൽ 55 വയസ്സുള്ള ജ്യോതിഷ് കുമാർ, മകൻ 20 വയസ്സുള്ള ആശിഷ്, എരുമപ്പെട്ടി ആറ്റത്ര സ്വദേശികളായ ചിരിയങ്കണ്ടത്ത് വീട്ടിൽ ടോണി, മകൻ 20 വയസ്സുള്ള ജെറിൻ, പുലിക്കോട്ടിൽ വീട്ടിൽ സെബാസ്റ്റ്യൻ, മകൻ 21 വയസ്സുള്ള സാവോസ്, മുണ്ടൂർ സ്വദേശി എലുവത്തിങ്കൽ വീട്ടിൽ ചുമ്മാർ, മകൻ 46 വയസ്സുള്ള ഷിബി എന്നിവരെ കേച്ചേരി ആക്ട് പ്രവർത്തകർ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശനിയാഴ്ച രാത്രി 8 മണിയോടെയായിരുന്നു അപകടം. തൃശൂർ കുന്നംകുളം റോഡിൽ ഇരുദിശകളിൽ നിന്നായി വന്ന ബൈക്കുകളാണ് അപകടത്തിൽപ്പെട്ടത്. രക്ഷാപ്രവർത്തനത്തിന് നാട്ടുകാർ നേതൃത്വം നൽകി. ലൈംഗിക ആരോപണത്തിൽപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ MLA രാജിവെക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡിവൈഎഫ്ഐ കേച്ചേരി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. കേച്ചേരി സെന്ററിൽ നടത്തിയ പ്രകടനത്തിന് ശേഷം നടന്ന പൊതുയോഗം CPIM കേച്ചേരി ലോക്കൽ സെക്രട്ടറി TC സെബാസ്റ്റ്യൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റ് ഫഹദ് മുസ്തഫ അധ്യക്ഷനായി. ഡിവൈഎഫ്ഐ കുന്നംകുളം ഈസ്റ്റ് ബ്ലോക്ക് സെക്രട്ടറി KS സൈഫുദ്ദീൻ, കേച്ചേരി മേഖലാ സെക്രട്ടറി സച്ചിൻ പ്രകാശ്, മേഖലാ ട്രഷറർ VA നിസാം എന്നിവർ സംസാരിച്ചു. മേഖലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ PM സഹല, PK അജാസ്, AS സനൽ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. കേരള പ്രവാസി സംഘം കുന്നംകുളം ഏരിയ സമ്മേളനം തുടങ്ങി. ചാട്ടുകുളം ഓഡിറ്റോറിയത്തിൽ മുതിർന്ന അംഗം PK വിജയസേനൻ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളന നടപടികൾ ആരംഭിച്ചത്. ഏരിയ പ്രസിഡന്റ് UV അനിൽ അധ്യക്ഷനായി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് CK കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കമ്മിറ്റി അംഗം സുലൈഖ ജമാൽ സംഘടനാ റിപ്പോർട്ടും ഏരിയ സെക്രട്ടറി അബൂബക്കർ മേഖലയിൽ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. പ്രവാസി സംഘം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ശാലിനി രാമകൃഷ്ണൻ, മോഹൻദാസ് ഏലത്തൂർ, സംഘടന സമിതി ചെയർമാൻ K കൊച്ചനിയൻ, PM സുരേഷ്, KB ഷിബു, KK സതീശൻ, CK ലിജീഷ് എന്നിവർ സംസാരിച്ചു. 13 മേഖലകളിൽ നിന്നുള്ള 130 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. നിങ്ങളുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് വീട് ഫേർണിഷ് ചെയ്യാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പെക്ടേഷൻസിനും അപ്പുറം ഒരുപാട് ഫേർണിച്ചേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുകയാണ് കാസിയോ ഹോം ഡെക്കോ. ഊഞ്ഞാലുകൾ, പ്രീമിയം ആൻഡ് നോർമൽ സോഫ സെറ്റുകൾ, വെറൈറ്റി കളക്ഷൻ ഓഫ് വുഡൻ ബെഞ്ച് ആൻഡ് വുഡൻ ചെയർസ്, ചാരു കസേര, ബഡ്ജറ്റ് ഫ്രണ്ട്ലി കട്ടിലുകളും അതിനിണങ്ങിയ നോർമൽ ആൻഡ് സ്പ്രിംഗ് ബെഡുകളും, കൂടാതെ ടീപ്പോയ്, അൽമാര, ഡ്രസ്സിംഗ് ടേബിൾ, ദിവാൻ കുട്ട്, പിന്നെ ഡൈനിങ് ടേബിളിന്റെയും അതിനോടൊപ്പമുള്ള ചെയറിന്റെയും ഒരു വലിയ കളക്ഷൻ തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കാസിയോ ഹോം ഡെക്കോ, കാലിക്കറ്റ്, പാറയമ്പാടം, കുന്നംകുളം. BJP ചൊവ്വന്നൂർ പഞ്ചായത്ത് 13ാം വാർഡ് സമ്മേളനം നടത്തി. BJP കുന്നംകുളം മണ്ഡലം ജനറൽ സെക്രട്ടറി മഹേഷ് തിരുത്തിക്കാട് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. BJP ചൊവ്വന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സജി രാഘവൻ അധ്യക്ഷത വഹിച്ചു. BJP മണ്ഡലം ജനറൽ സെക്രട്ടറി സുമേഷ് കളരിക്കൽ, വാർഡ് കൺവീനർ ബിജീഷ് KB, കോ കൺവീനർ സോമസുന്ദരൻ CK, വാർഡ് മെമ്പർ ശരത് കുമാർ PO എന്നിവർ സംസാരിച്ചു. രക്തഗ്രൂപ്പ് നിർണയവും രക്തദാന ക്യാമ്പും നടത്തി. കാട്ടാക്കമ്പൽ സേവാഭാരതിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ സഹകരണത്തോടെ ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ 1 മണി വരെ പഴഞ്ഞി ചെറുതുരുത്തി വാസുദേവൻ ശാന്തി മെമ്മോറിയൽ ശ്രീ നാരായണ ഹാളിൽ നടന്ന ക്യാമ്പ് സേവാഭാരതി തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ CB പ്രതീഷ് ഉദ്ഘാടനം ചെയ്തു. സേവാഭാരതി കാട്ടാക്കമ്പൽ യൂണിറ്റ് ട്രഷറർ
AK ഭരതൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘം ഗുരുവായൂർ മാന്യ ജില്ലാ സംഘം ചാലക് ഡോക്ടർ CG നന്ദകുമാർ സേവാ സന്ദേശം നൽകി. G ശിവഗിരി മഠം ട്രസ്റ്റ് സ്വാമി അമയാനന്ദ് ആശംസകൾ നേർന്ന് സംസാരിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം KG ദിനേശ് സ്വാഗതവും MG സുഗതൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് നടന്ന ക്യാമ്പിൽ നിരവധി പേർ രക്തഗ്രൂപ്പ് നിർണയവും രക്തദാനവും നടത്തി. രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇല്ലാതാക്കാനുള്ള ബോധപൂർവമായ നീക്കങ്ങളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നതെന്നും രാജ്യത്തെ പട്ടിണിക്കാരുടെ 1-ാം നമ്പറിലെത്തിച്ച് മോദിയുടെ ഭരണമാണെന്നും K രാധാകൃഷ്ണൻ MP പറഞ്ഞു. KSRTEI CITU തൃശൂർ ജില്ലാ സമ്മേളനം K രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ നഗരസഭ ഫ്രീഡം ഹാളിൽ VS അച്യുതാനന്ദൻ നഗറിൽ നടന്ന സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് TS മഞ്ജുഷ് അധ്യക്ഷനായി. KK ഷിജു രക്തസാക്ഷി പ്രമേയവും G നിഖിൽരാജ് VS അച്യുതാനന്ദൻ അനുശോചനവും KK രാജേഷ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി പ്രബിൻ പ്രഭാകരൻ പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ ട്രഷറർ സിംബാദ് ഗംഗാധരൻ വരവ് ചിലവ് കണക്കും സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹണി ബാലചന്ദ്രൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. MLA NA അക്ബർ, CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV ഹരിദാസ്, CITU ജില്ലാ കമ്മിറ്റി അംഗം IK വിഷ്ണുദാസ്, CITU ഏരിയ സെക്രട്ടറി AS മനോജ്, KSRTEA സംസ്ഥാന ട്രഷറർ PA ജോജോ, സംസ്ഥാന സെക്രട്ടറി ജിനു കുമാർ, VM വിനുമോൻ, സംഘാടക സമിതി കൺവീനർ സേതുമാധവൻ തുടങ്ങിയവർ സംസാരിച്ചു. പഴഞ്ഞി ഇമ്മാനുവൽ മാർത്തോമ പള്ളിയുടെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും ക്യാൻസർ രോഗ ബോധവൽക്കരണ ക്ലാസും നടത്തി. കുന്നംകുളം മലങ്കര മെഡിക്കൽ മിഷൻ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഞായറാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പള്ളിയിൽ വെച്ച് മലങ്കര മിഷൻ ഹോസ്പിറ്റൽ സെക്രട്ടറി KP സാക്സൺ ക്യാമ്പിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു. ഇടവക വികാരി ഫാദർ അനുമൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ എലിസബത്ത് ജോസ് ക്യാൻസർ രോഗ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ചടങ്ങിൽ ക്യാമ്പുമായി സഹകരിച്ച മലങ്കര മിഷൻ ഹോസ്പിറ്റൽ സെക്രട്ടറി KP സാക്സനെ ഇടവകയുടെ ഉപഹാരം നൽകി ആദരിച്ചു. തുടർന്ന് മാർത്തോമ സ്കൂളിൽ നടന്ന മെഡിക്കൽ ക്യാമ്പിൽ ജനറൽ മെഡിസിൻ, എല്ലുരോഗം, ഡയറ്റീഷ്യൻ, ശ്വാസകോശ രോഗം, ക്യാൻസർ എന്നീ പരിശോധനകളും മരുന്ന് വിതരണവും ഉണ്ടായിരുന്നു. നിരവധി പേർ പങ്കെടുത്ത ക്യാമ്പിന് പള്ളി ട്രസ്റ്റി ജസ്റ്റിൻ പോൾ ചെറുവത്തൂർ, കൈസ്ഥാന സമിതി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരള ലേബർ മൂവ്മെന്റ് എളവള്ളി യൂണിറ്റിന്റെ 32ാം വാർഷികത്തോടനുബന്ധിച്ച് നിർധന കുടുംബങ്ങളിലെ വിധവകൾക്കും കിടപ്പ് രോഗികൾക്കുമുള്ള ഓണക്കിറ്റ് വിതരണം ആഗസ്റ്റ് 31 നടക്കും. ഉച്ചയ്ക്ക് 2:30 എളവള്ളി സെന്റ് ആന്റണീസ് പാരിഷ് ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മുൻ നിയമസഭാ സ്പീക്കർ VM സുധീരൻ കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. കിറ്റ് വിതരണത്തോടനുബന്ധിച്ച് പുറത്തിറക്കുന്ന സപ്ലിമെന്റ് പ്രകാശനം സെന്റ് ആന്റണീസ് ഇടവക വികാരി ഫാദർ ഫ്രാങ്ക്ലിൻ കണ്ണനായ്ക്കൽ നിർവഹിച്ചു. KLM യൂണിറ്റ് പ്രസിഡന്റ് KM ആൻഡോ അധ്യക്ഷനായി. എളവള്ളി ഗ്രാമപഞ്ചായത്ത് അംഗം സീമ ഷാജു, KLM യൂണിറ്റ് ഭാരവാഹികളായ PI ഷാജു, ലോഹി റാഫേൽ, CK ജോയ്, സൈമൺ വടക്കൂട്ട്, ജോസ് ചുങ്കത്ത് എന്നിവർ നേതൃത്വം നൽകി. ആരോഗ്യമുള്ള തലമുറയെ വാർത്തെടുക്കാൻ പഴഞ്ഞിയുടെ മണ്ണിലിതാ പുതിയ ഹോസ്പിറ്റൽ. ആരോഗ്യമുള്ള ശരീരമാണ് ഒരു തലമുറയുടെ സമ്പത്ത്. അതിനാൽ ഒരു ദേശത്തിന്റെ ആരോഗ്യ പരിപാലനത്തിന് ആവശ്യമായ സേവനങ്ങൾ നിറവേറ്റുന്നതിന് അലോപ്പതിയുടെയും ആയുർവേദത്തിന്റെയും മികച്ച ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പഴഞ്ഞി ജെറുസലേം മിൽട്ടൺ ടവറിൽ പുതുതായി പ്രവർത്തനം ആരംഭിക്കുന്ന JKR ഹോസ്പിറ്റൽ 2025 ആഗസ്റ്റ് 25 തിങ്കളാഴ്ച രാവിലെ 8:30 ആരോഗ്യവകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട ശ്രീമതി വീണ ജോർജ് ഉദ്ഘാടനം നിർവഹിച്ച് നാടിന് സമർപ്പിക്കുന്നു. ഈ മഹനീയമായ നിമിഷത്തിലേക്ക് നിങ്ങളെ ഏവരെയും കുടുംബസമേതം സ്വാഗതം ചെയ്യുന്നു.